നമ്മൾ ചെയ്യുന്ന അമലുകളിൽ പ്രധാനപ്പെട്ട ഒരു അമലാണല്ലോ നിസ്കാരം, അതുപോലെ നോമ്പ്, മറ്റു സ്വതക്കകൾ. ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ ഇതൊക്കെ സ്വീകരിക്കണമെങ്കിൽ, അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്വീകാര്യത കിട്ടണമെങ്കിൽ ഈ നിസ്കരിക്കുന്നതോടൊപ്പം നോമ്പ് പിടിക്കുന്നതോടൊപ്പം തന്നെ ഒരു ചെറിയ കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട്. അത് മറ്റൊന്നുമല്ല, അത് ഇസ്തിഗ്ഫാറാണ്. നമ്മളൊക്കെ പറയാറുണ്ട് ഇസ്തിഗ്ഫാർ. എപ്പോഴാണ് പറയുന്നത്? നമ്മളൊക്കെ നിസ്കാരത്തിന് ശേഷം 3 പ്രാവശ്യം പറയും. അത് മാത്രമല്ല, ഒരു മനുഷ്യൻ ഇസ്തിഗ്ഫാർ മുറുകെ പിടിച്ചാൽ, അവന്റെ ആയുധമാക്കിയാൽ, എപ്പോഴും ഇസ്തിഗ്ഫാർ പറയാം, പ്രത്യേകിച്ച് ഈ ശഅബാൻ മാസത്തിൽ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അവനിക്ക് കിട്ടുന്ന 26 അല്ലെങ്കിൽ 27 വമ്പൻ പ്രതിഫലങ്ങൾ ഏതൊക്കെയാണെന്ന് കേട്ടാലോ? കൂടാതെ നാളെ പരിശുദ്ധമായ ശഅബാൻ മാസത്തിന്റെ 2ാമത്തെ തിങ്കളാഴ്ച ദിനമാണ്, ഇന്ന് രാവാണ്. അപ്പോൾ ഈ ഒരു ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം. അവസാനം വരെ കാണുക, മറ്റുള്ളവർക്ക് കൂടി ഇത് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, കരുണാവാരിധിയായ പടച്ച തമ്പുരാൻ നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഹലാലായ മുറാദ് അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. എല്ലാ വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും പടച്ച തമ്പുരാൻ മാറ്റി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, നമ്മളെല്ലാവരും പരിശുദ്ധമായ ശഅബാൻ മാസത്തിന്റെ അതിശ്രേഷ്ഠമായ ദിനങ്ങളിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. ഇന്ന് ശഅബാൻ മാസത്തിന്റെ 2ാമത്തെ തിങ്കളാഴ്ച രാവാണ്. ഇത് ഞായറാഴ്ച, നാളെ തിങ്കളാഴ്ച. ശഅബാൻ മാസത്തിന്റെ 2ാമത്തെ തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഇന്ന് മഗ്‌രിബോട് കൂടി നമ്മൾ 2ാം തിങ്കളാഴ്ച രാവിലേക്ക് പ്രവേശിക്കുകയാണ്. നാളെ തിങ്കളാഴ്ചയാണ്. അപ്പോൾ സുന്നത്തായ നോമ്പ് പിടിക്കാൻ ഒരുപാട് ഉമ്മമാരും സഹോദരിമാരും സഹോദരങ്ങളൊക്കെ കരുതിയിട്ടുണ്ടാകും. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല നമ്മൾ ഈ മാസത്തിൽ പിടിക്കുന്ന എല്ലാ നോമ്പുകളും പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മൾ ഈ ചെയ്യുന്ന അമലുകൾക്കെല്ലാം വലിയ പ്രതിഫലം ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ഈ ശഅബാൻ മാസത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടതായി നമ്മൾ കരുതേണ്ടതും, നമുക്ക് ശഅബാൻ മാസത്തിൽ ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മറ്റ് സ്വഹാബിമാരും അതുപോലെ മുൻഗാമികളും ഒക്കെ നമ്മളെ പഠിപ്പിച്ചൊരു കാര്യമാണ്. അത് ശഅബാൻ മാസത്തിലെന്നല്ല, എല്ലാ മാസത്തിലും നമ്മൾ ഏറ്റവും കൂടുതൽ, എല്ലാ മാസവും അല്ല, എല്ലാ ദിവസവും നമ്മൾ അധികരിപ്പിക്കേണ്ട കാര്യത്തിൽപ്പെട്ടതാണ് ഇസ്തിഗ്ഫാർ. അസ്തഗ്ഫിറുല്ലാഹ് എന്ന വാക്ക്. അത് ഞങ്ങളത് പറയാറുണ്ടല്ലോ. ഞങ്ങൾ നിസ്കാരത്തിന് ശേഷം 3 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാറുണ്ടല്ലോ. പോരാ, 3 പ്രാവശ്യമല്ല, 300 അല്ല, 3000 പറഞ്ഞാലും നമുക്ക് ആ ഇസ്തിഗ്ഫാറിന്റെ മഹത്വം മനസ്സിലാക്കിയാൽ എത്ര പറഞ്ഞാലും മതിയാവില്ലെന്നാണ്. അത്രമാത്രം പ്രതിഫലമാണ് അല്ലാഹു തആല ഇസ്തിഗ്ഫാറിന് കൊടുത്തിട്ടുള്ളത്. ഇസ്തിഗ്ഫാർ അത് നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കും. അതിനേക്കാൾ ഉപരിയായി നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും വാരിക്കോരി കിട്ടുന്ന ഒരു അമലാണ് ഇസ്തിഗ്ഫാർ. അസ്തഗ്ഫിറുല്ലാഹ് എന്ന ആ ഒരു വാക്ക്, അള്ളാഹുലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്യുക, ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അള്ളാഹുലേക്ക് തൗബ ചെയ്യുക. ഈ തൗബയുടെ ഒരു വചനം തന്നെയാണ് ഇസ്തിഗ്ഫാർ. നബിമാരൊക്കെ, മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരിൽ ഏകദേശം ഭൂരിഭാഗം എന്നല്ല എല്ലാവരും, അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന സമയത്ത് അവരൊക്കെ പാപങ്ങളിൽ നിന്നും മുക്തരാണ് ഈ പ്രവാചകന്മാർ. പക്ഷെ അവരൊക്കെ ദുആ ചെയ്യുന്ന സമയത്ത് അള്ളാഹുവേ എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണേ, എൻ്റെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ എന്നൊക്കെ അവർ ദുആരക്കുമായിരുന്നു. അപ്പോൾ പാപം പൊറുപ്പിക്കുക, ചെയ്തു പോകുന്ന തെറ്റുകൾ, മനുഷ്യരാണ്, തെറ്റൊരുപാട് ചെയ്തു പോകാൻ സാധ്യതയുണ്ട്. ആ ഒരു രൂപത്തിലാണ് അല്ലാഹു തആല നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ചെയ്തു പോകുന്ന തെറ്റുകൾ അത് ന്യായീകരിക്കലല്ല, അത് അള്ളാഹുവിലേക്ക് ഏറ്റുപറഞ്ഞ് അതിന് തൗബ ചെയ്യലാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്. അല്ലാഹു തആല അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകൾ അള്ളാഹുവിലേക്ക് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യുക, അതല്ലാത്ത രൂപത്തിൽ നമ്മുടെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരും. അതിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ നിസ്കാരം. നിസ്കാരത്തിലൂടെ നമുക്ക് ഒരുപാട് നമ്മുടെ ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹുവിലേക്ക് പൊറുപ്പിക്കാനുള്ള വലിയൊരു മാർഗമാണ് ഈ നിസ്കാരം എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ വിശുദ്ധമായ ഖുർആൻ പാരായണം, അതുപോലെ സ്വതക്ക കൊടുക്കുക, അതുപോലെ കുടുംബ ബന്ധം ചേർക്കുക. അത് നമ്മുടെ ചെയ്തു പോകുന്ന തെറ്റുകൾ പൊറുപ്പിക്കാനും നമുക്ക് ആയുസ് നീട്ടിക്കിട്ടാനുമുള്ള ഏറ്റവും വലിയൊരു അമലാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത്. അതുപോലെ ദിക്റുകൾ, സ്വലാത്തുകൾ എല്ലാം എന്താണ്, നമ്മുടെ ചെയ്തു പോകുന്ന തെറ്റുകൾ പൊറുപ്പിക്കാനുള്ള വലിയ ഒരു മാർഗമാണ്. പിന്നെ വിശുദ്ധമായ ഖുർആനിലൊക്കെ എടുത്തു പരിശോധിച്ചാൽ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു തആല ഈ ഇസ്തിഗ്ഫാറിന്റെ നേട്ടങ്ങൾ പറയുന്നതായി കാണാം.
മാത്രമല്ല ഇസ്തിഗ്ഫാർ ചെയ്താൽ നിങ്ങൾക്ക് അല്ലാഹു തആല പാപങ്ങൾ പുറത്തു തരും. എന്താണ് വിശുദ്ധമായ ഖുർആനിലൊക്കെ അല്ലാഹു തആല ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു തആല പൊറുക്കുന്നവനാണ്, അല്ലാഹു നിങ്ങൾക്ക് കരുണ ചെയ്യുന്നവനാണ് എന്നുള്ള ഒരുപാട് വചനങ്ങൾ കാണാം. അതിന്റെ തഫ്സീറുകൾ എടുത്തു നോക്കിയാൽ അതായത് അല്ലാഹു തആല പുറത്തു തരും, അല്ലാഹു റഹ്മത്ത് ചെയ്യും ആർക്ക്? ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്നവർക്ക്. ഇസ്തിഗ്ഫാർ ഇപ്പൊ പ്രവാചകന്മാരുടെയൊക്കെ ദുആ എടുത്തു നോക്കാം. മഹാനായ ആദം നബിയുടെ ദുആ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബനാ വലംനാ അൻഫുസന വ ഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ, ആദം നബിയുടെ ദുആയാണ്. അതൊരു ഇസ്തിഗ്ഫാറിന്റെ ദുആയാണ്. പിന്നെ മഹാനായ യൂനുസ് നബിയുടെ ദുആ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, അതൊക്കെ ഒരു ഇസ്തിഗ്ഫാറിന്റെ ദുആയാണ്. അതുപോലെ സുലൈമാൻ നബിയുടെ ദുആ, അതുപോലെ യൂസുഫ് നബിയുടെ ദുആ, ഇങ്ങനെ എടുത്തു നോക്കിയാൽ അതൊക്കെ എന്താണ്? ഇസ്തിഗ്ഫാറുമായി, അതായത് പാപങ്ങൾ ചെയ്തു പോയി റബ്ബെ പുറത്തു തരണമെന്ന്. അവരൊക്കെ പാപമൊന്നും അവർ ചെയ്യാറേ ഇല്ല, അവരുടെ ജീവിതത്തിൽ തെറ്റുകളില്ല. ചില പിഴവുകൾ എന്ന് പറഞ്ഞാൽ അവര് ചിന്തിക്കുന്നതിൽ ചില പിഴവുകളാണ് പറ്റുക പ്രവാചകന്മാർക്ക്, അല്ലാതെ അവർ തെറ്റുകളല്ല പാപങ്ങളല്ല ചെയ്യുന്നത് നമ്മളെപ്പോലെ. അല്ലാഹു തആല അവരോടൊപ്പം നമുക്ക് സ്വർഗത്തിൽ കടക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അപ്പൊ ഇനി ഇസ്തിഗ്ഫാറിന്റെ നേട്ടങ്ങൾ പറയാം. ഒരുപാട് പറയാനുണ്ട്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഇസ്തിഗ്ഫാറിന്റെ ഏകദേശം 26 അല്ലെങ്കിൽ 27 നേട്ടങ്ങൾ, അതല്ല അതിനേക്കാൾ ഒരുപാടുണ്ട്. നമുക്ക് ഏകദേശം അത്ര ഒന്ന് പറഞ്ഞു നിർത്താം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പറയുന്നത്, അള്ളാഹുവിന്റെ ഹബീബ് അവിടുന്ന് പരിശുദ്ധമായ ഈ ഷഅബാൻ മാസത്തിലെന്നല്ല എല്ലാ ദിവസവും, പ്രത്യേകിച്ച് ഷഅബാൻ മാസത്തിലൊക്കെ ഒരുപാട് നോമ്പ് പിടിക്കുകയും ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്യുമായിരുന്നുവെന്ന് ആയിഷ ബീവിയുടെ ഹദീസിലൊക്കെ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം തന്നെ 100 70 എന്ന ഹദീസിലുണ്ട്, 100 എന്ന ഹദീസിലുണ്ട്. നബി തങ്ങൾ ഇസ്തിഗ്ഫാർ പറയും, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിർ. അത് നിസ്കാരത്തിന് ശേഷം മാത്രമല്ല, അതല്ലാത്ത സമയത്ത് നബി തങ്ങൾ അത് പറയുമായിരുന്നു എന്നാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലപ്പോഴും ചില ദിവസങ്ങളിൽ സുബ്ഹി നമസ്കാരത്തിന് ശേഷം 700 മറ എന്നാണ്, അതായത് 700 പ്രാവശ്യം ഇസ്തിഗ്ഫാർ. ഇത് ആരാ പറയണത്? ഒരു തെറ്റും ചെയ്യാത്ത റസൂലാണ് 100 അതുപോലെ 700 70 ഒക്കെ പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറയുന്നതെങ്കിൽ ദിനേന വർത്തമാനത്തിലും കാഴ്ചയിലും കേൾവിയിലും ചിന്തയിലൊക്കെ തെറ്റുകൾ ചെയ്തു പോകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്ര പ്രാവശ്യം പറയണം? അല്ലാഹു തആല നമ്മുടെ പാപങ്ങളെ പുറത്തു തരുമാറാവട്ടെ. ആമീൻ. അപ്പൊ ഇനി പറയട്ടെ, ഇസ്തിഗ്ഫാർ, ഒരാൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് വാക്ക് പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന ഒരുപാട് നേട്ടങ്ങൾ. അതിൽപ്പെട്ട ഒന്ന്, പൊതുവായിട്ടുള്ള തെറ്റുകൾ, പൊതുവായിട്ടുള്ള ശിക്ഷകളിൽ നിന്നും അല്ലാഹു തആല വലിയ കാവൽ തരുമെന്ന് നമുക്ക് കിതാബുകളിൽ കാണാം. അതായത് ഉരുൾപൊട്ടൽ, സുനാമി, പകർച്ചവ്യാധി, വ്യാപകമായിട്ടുള്ള വിപത്തുകൾ ഉണ്ടല്ലോ, അതിൽ നിന്നുള്ള ഒരു കാവൽ അല്ലാഹു തആല നമുക്ക് തരുമെന്ന് നമുക്ക് കിതാബുകളിൽ കാണാം. പൊതുവായിട്ടുള്ള ശിക്ഷകളിൽ നിന്നുള്ള ഒഴിവ് നമുക്ക് എന്ത് കിട്ടും? ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ കിട്ടുന്നതാണ്. പിന്നെ രണ്ടാമത്തേത്, ഐഹികമായ ആവശ്യങ്ങൾ. നമുക്ക് ഈ ദുനിയാവിൽ എത്രയോ ആവശ്യങ്ങളുണ്ട്. നമ്മുടെ എത്രയോ ആവശ്യങ്ങൾ മാത്രമല്ല, ആഗ്രഹങ്ങളുണ്ട്. നമ്മുടെ മക്കളുടെ കാര്യം, അല്ലെ? ഒരുപാട് പേര് മക്കളില്ലാതെ വിഷമിക്കുന്നു, ഒരുപാട് പേര് മക്കളെ കൊണ്ട് ഇടങ്ങേറാകുന്നു, ഒരുപാട് പേര് മക്കളുടെ ജോലി ശരിയാവാൻ, അങ്ങനെയൊക്കെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. വീട് പണി പൂർത്തിയാവാൻ, അല്ലെ? അൽഹംദുലില്ലാ, എൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ ദുആഇന്റെ ആ ഒരു ബർക്കത്ത് കൊണ്ട് അൽഹംദുലില്ലാ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെയൊക്കെ വീടില്ലാത്തവർക്ക് ഖൈറായ വീടും, അതുപോലെ തന്നെ വീട് പണി നടക്കുന്നവരുടെ ആ പണികൾ വേഗത്തിൽ അല്ലാഹു തആല പൂർത്തീകരിച്ച് കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നമ്മുടെ മക്കളുടെ വിവാഹം, അവരുടെ ജോലി, നമ്മുടെ രോഗങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ഒരുപാട് നമുക്ക് നല്ല ഉദ്ദേശങ്ങളുണ്ട്. എല്ലാം അല്ലാഹു തആല സഫലീകരിക്കാൻ ഇസ്തിഗ്ഫാർ എത്രമാത്രം അധികരിപ്പിക്കുന്നു അതിനനുസരിച്ച് അല്ലാഹു തആല നമ്മുടെ ഈ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി തരുന്നതാണ്. മൂന്നാമത്തേത്, സ്വർഗം തരും എന്നല്ല അല്ലാഹു പറഞ്ഞത്, സ്വർഗത്തിൽ ഉന്നതമായ പദവി ഉണ്ടെന്നാണ്. ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ സ്വർഗത്തിൽ കടക്കും എന്നല്ല അല്ലാഹു പറഞ്ഞു, സ്വർഗത്തിൽ ഉന്നതമായ പദവി ഉണ്ട് എന്നാണ് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്നവർക്ക്. മറ്റൊരു പ്രത്യേകത, നാലാമത്തേത്, മാനസികമായ ശാരീരികമായ ഒരു ശക്തി ഉണ്ടാകും. മാനസികമായ ഒരു ത്രാണി, ടെൻഷൻ വന്ന് തളർന്നു പോകില്ല. ചില ആളുകളുണ്ട്, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്ന് അപ്പം തന്നെ തളർന്നു പോകും, ഭയങ്കര ഡിപ്രഷൻ ആവും, ഭയങ്കര ടെൻഷൻ, അങ്ങനെ ഉണ്ടാവില്ല. നമുക്ക് എന്താണ്, ഒരു കരുത്ത് നമുക്ക് ശാരീരികമായും മാനസികമായും ഉണ്ടാകുന്നതാണ്. അഞ്ചാമത്തേത്, മഴയില്ലാത്ത ഒരു നാട്ടിൽ അവിടെ മഴ ഉണ്ടാവാൻ, അല്ലെങ്കിൽ മഴ അധികമാകുന്ന സമയത്ത് നമുക്ക് ആവശ്യമായ മഴ കിട്ടാനൊക്കെ മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നത് ഈ ഇസ്തിഗ്ഫാർ നമ്മൾ അധികരിപ്പിക്കും. ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ട് നമ്മൾ പൊതുവായിരുന്നു ദുആ ഇറക്കണം എന്നാണ്.
ആറാമത്തേത് നമ്മുടെ മക്കൾ, നമ്മുടെ സമ്പത്ത്, അതിലൊക്കെ വലിയ ഖൈറും റാഹത്തും സമം. ഒരുപാട് സമ്പത്തുണ്ടായിട്ട് കാര്യമില്ല, ഒരുപാട് മക്കളും ആ ഉള്ളതിനെ കൊണ്ട് കുറച്ച് സമ്പത്തേ ഉള്ളൂ, അല്ലെങ്കിൽ 2-3 മക്കളേ ഉള്ളൂ, അൽഹംദുലില്ലാ അത് മതി. അതുകൊണ്ട് നമുക്ക് ഗുണമുണ്ടാവണം. ആ ഗുണമുണ്ടാവാൻ നമുക്ക് സമ്പത്തിലും മക്കളിലും ബറക്കത്ത് വേണം. ബറക്കത്തുണ്ടാവാൻ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. ഏഴാമത്തേത് നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അല്ലാഹു തആല നിലനിന്ന് തരാൻ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കേണ്ടതുണ്ട്. എട്ടാമത്തേത് അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് കിട്ടണം. ഒൻപതാമത്തേത് നമുക്ക് പ്രയാസങ്ങൾ മാറാൻ, ക്ലേശങ്ങൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, ടെൻഷനുകളൊക്കെ മാറാൻ ഇസ്തിഗ്ഫാർ അത് എല്ലാ നമസ്കാരത്തിന് ശേഷം 3 പ്രാവശ്യം പറയുന്നുണ്ട്. ആ 3 പ്രാവശ്യം നല്ല ആത്മാർത്ഥതയോടെ പറയും. വെറുതെ നിസ്കാരം കഴിയുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അങ്ങനെയല്ല, ആത്മാർത്ഥത അസ്തഗ്ഫിറുല്ലാഹ് മനസ്സ് തട്ടി പറയണമെന്നാണ്. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. പത്താമത്തേത് നമ്മുടെ ഉപജീവന മാർഗത്തിൽ അള്ളാഹുവിൻ്റെ ബർക്കത്ത്. നമ്മുടെ കച്ചവടം, നമ്മുടെ ജോലി, വാഹനം, വീട്, അല്ലെ, ഓരോരോ ആളുകളും വ്യത്യസ്തമായ ജോലിയും കച്ചവടമൊക്കെ ചെയ്യുന്നു. അപ്പം അതിലൊക്കെ അള്ളാഹുവിൻ്റെ വലിയ ബർക്കത്ത് കിട്ടാൻ നമ്മൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. പിന്നെയോ ഏറ്റവും വലിയ ഒരു ഉപകാരമാണ് ഇസ്തിഗ്ഫാർ കൊണ്ടുള്ള നമ്മുടെ പാപങ്ങൾ, കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങളൊക്കെ പൊറുക്കാൻ ഇസ്തിഗ്ഫാർ കാരണമാണ്. 12ാമത്തേത് നമ്മളെ ഇബാദത്തുകൾ ഒരു ഉത്സാഹം, നിസ്കാരത്തിനൊരു ഉത്സാഹം. ഇനി ഇപ്പോൾ ഷഅബാനിൽ ഒരുപാട് നോമ്പ് പിടിക്കുന്നു, ആ നോമ്പ് പിടിക്കാനൊരു ഉത്സാഹം. ദിക്റിൻ്റെ മജ്‌ലിസ് നമ്മൾ സംഘടിപ്പിക്കുന്നു, അതിൽ പങ്കെടുക്കാൻ, നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കാൻ, പിന്നെ നമ്മുടെ നോമ്പ് പിടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്വതക്ക കൊടുക്കുക, ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ ഒരു ഉത്സാഹം ഉണ്ടാവാൻ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണമെന്നാണ്. പിന്നെയോ 13ാമത്തെ, ഈ ഇസ്തിഗ്ഫാർ പറയുന്നവൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടയിലുള്ള മറ ഇല്ലാതാകും. അതായത് എന്തവൻ ചോദിച്ചാലും അവൻ്റെ ദുആക്ക് വേഗത്തിൽ ഉത്തരം കിട്ടുന്ന തരത്തിലേക്ക് അവൻ വലിയ ദറജ ഉള്ളവനായി മാറും ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ. 14ാമത്തേത് ദുന്യാവ് നിസ്സാരമായി തോന്നും, ആഖിറത്തോട് ഇഷ്ടമുണ്ടാകും. എപ്പോഴും അള്ളാഹിനെ പറ്റിയുള്ള ചിന്ത. എന്ത് കാര്യം ചെയ്താലും അള്ളാഹു പടച്ചവനെ, ഇതിൽ വഞ്ചന കാണിക്കാൻ പാടില്ല, ഞാൻ ആഖിറത്തിൽ ചെല്ലേണ്ടവനല്ലേ, അങ്ങനെ ആഖിറവുമായിട്ടുള്ള ഒരു ബന്ധം അവനിക്ക് ഉണ്ടാകുന്നതാണ്. 15ാമത്തേത് ശൈത്വാന്റെ എന്ത് കെണികളുണ്ടോ ആ കെണികളിൽ നിന്നെല്ലാമുള്ള കാവൽ കിട്ടുന്നതാണ്. 16ാമത്തേത് കണ്ണേറ്, കരുനാക്ക്, കൊതി, അസൂയ, അതിൽ നിന്നെല്ലാം വലിയ മോചനമുണ്ടാകും. 17ാമത്തേത് ഈമാൻ, അല്ലെ, ശക്തി പ്രാപിക്കും, നമ്മുടെ വിശ്വാസം ഉറക്കുമെന്നാണ്. 18ാമത്തേത് അള്ളാഹുവിനോട് സ്നേഹം കൂടും, അള്ളാഹുവിന് ഇവനോടും സ്നേഹം കൂടുമെന്നാണ്. നമുക്ക് അള്ളാഹിനോടും സ്നേഹം, അള്ളാഹ്ക്ക് നമ്മളോടും സ്നേഹമുണ്ടാകും. 19ാമത്തേത് മരണസമയത്ത് നമ്മുടെ മലക്കുകൾ നമ്മുടെ അടുക്കൽ വന്നിട്ട് പറയും, ദേ ഇതാണ് കേട്ടോ നീ കടക്കുന്ന സ്വർഗം എന്ന് നമുക്ക് കാണിച്ചു തരും നമ്മുടെ സ്വർഗം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് പരിശുദ്ധമായ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ, ഒരുപാട് കണ്ട് പറയണേ. പിന്നെ അതിന് പ്രത്യേകിച്ച് സമയം വേണ്ടല്ലോ, ഇസ്തിഗ്ഫാർ പറയാൻ പ്രത്യേക സമയം വേണ്ട, നിസ്കാരത്തിന് ശേഷം മാത്രം, അങ്ങനെയൊന്നുമില്ല, ഏത് സമയത്തും നമുക്ക് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാം. 20ാമത്തേത് മഹ്ശറയിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ആളുകൾക്ക് ഈ ഇസ്തിഗ്ഫാർ പറയുന്നവർക്ക് വലിയ സ്ഥാനമാനങ്ങൾ ഉണ്ടാകുമെന്നാണ്. 21 പ്രവാചകന്മാരോടൊപ്പം സ്വർഗത്തിൽ കടക്കാനുള്ള ഒരു അവസരം അള്ളാഹു നൽകും. 22ാമത്തേത് സിറാത്ത് പാലം വേഗത്തിൽ കടക്കാം. 23 നമ്മുടെ അമലുകളുടെ ഭാരം തൂങ്ങും. അത് വലിയൊരു കാര്യമാണ്. അതായത് ഈ നന്മയും തിന്മയും നമ്മളെ തൂക്കൂലോ, നന്മയും തിന്മയും മീസാൻ എന്ന ത്രാസിൽ തൂക്കുന്ന സമയത്ത് നന്മയുടെ തട്ട് ഭാരം കൊണ്ട് തൂങ്ങാൻ ഏറ്റവും വലിയ ഒരു അമലാണ് ഇസ്തിഗ്ഫാർ. 24 ജന്നാത്ത് എന്ന് പറയുന്ന 2 സ്വർഗം അള്ളാഹു നൽകും. അതെന്താണോ അള്ളാഹു ആലം, അത് നമുക്ക് അവിടെ കിട്ടുമ്പോഴാണ് അറിയുന്നത്, പഠിച്ചോനെ ഇസ്തിഗ്ഫാറിന്റെ മഹത്വം ഇതായിരുന്നല്ലോ എന്ന്. 25 നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കാൻ, ഹൃദയ രോഗങ്ങൾ, ആത്മീയമായ കുശുമ്പ്, അസൂയ അതൊക്കെ ഇല്ലാതാവാൻ ഇസ്തിഗ്ഫാർ കാരണമാണ്. 26 നരകശിക്ഷയിൽ നിന്നുള്ള കാവൽ അള്ളാഹു തആല തരും. 27 മരണപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കാൻ പറ്റിയ ഒരു വലിയ സമ്മാനമാണ് ഇസ്തിഗ്ഫാർ. ഇങ്ങനെ ഒരുപാട്, 27 ഞാനിപ്പോൾ എണ്ണിയത്, ഇതല്ലാതെ ഒരുപാടുണ്ട്. ഇൻഷാ അള്ളാഹ് കടങ്ങൾ മാറാൻ, വിവാഹപ്രായമെത്തിയവരുടെ വിവാഹം ശരിയാവാൻ, അതുപോലെ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാവാൻ, അതുപോലെ കള്ളക്കേസുകൾ, അതൊക്കെ കള്ളക്കേസുകളിൽ പെട്ടുപോവാതിരിക്കാനും, പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള സലാമത്ത് കിട്ടാനൊക്കെ ഇസ്തിഗ്ഫാർ കാരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ച് ഈ പറയപ്പെട്ട പ്രതിഫലങ്ങൾ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ ഷഅബാനാണ്. ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന അമലുകൾ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക. അല്ലാഹു തആല നമ്മുടെ അമലുകളെ സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരെല്ലാം നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അല്ലാഹു അവരുടെയും നമ്മുടെയും എല്ലാ ഹലാലായ മുറാദുകൾ ഹാസിലാക്കട്ടെ. വേദനകൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ അല്ലാഹു തആല മാറ്റി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളൊക്കെ പരസ്പരം ദുആ രക്കുക. നാളെ നോമ്പ് പിടിക്കുന്ന ആളുകളുണ്ട്, അൽഹംദുലില്ലാഹ്. നോമ്പ് പിടിക്കാൻ നോമ്പ് നിയ്യത്ത് കരുതുമ്പോൾ തിങ്കളാഴ്ച ദിവസത്തിന്റെ സുന്നത്തായ നോമ്പ് ഞാൻ പിടിക്കുന്നു, അതൊരു നിയ്യത്താണ്. അതുപോലെ തന്നെ ഷഅബാൻ മാസത്തിന്റെ
ഒരു സുന്നത്തായ നോമ്പ് ഞാൻ പിടിക്കുന്നു. പിന്നെ ഖളാ ആയിപ്പോയ നോമ്പുണ്ടെങ്കിൽ അതും നമുക്ക് പിടിക്കാവുന്നതാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നമുക്ക് ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.